നന്നായിട്ടുണ്ട്. ഹേയോൾ അങ്ങനെ എൻ്റെ കോളേജ് തുറക്കാറായി. അപ്പം കോളേജിലേക്ക് ഇപ്പോൾ 2 മാസം കഴിഞ്ഞ് പോകുന്നതുകൊണ്ട് കുറച്ചധികം സാധനങ്ങൾ നമുക്ക് വാങ്ങാനുണ്ട്. സോ ഈ പ്രാവശ്യം നമ്മൾ അതിനായിട്ട് ആലുവയിലേക്കാണ് പോകുന്നത്. ആലുവയിലെത്തിയിട്ട് നമ്മൾ നേരെ പോകുന്ന വിശാൽ മാർട്ടിലേക്കാണ്. ആലുവ സ്റ്റാൻഡിൽ നിന്ന് കുറച്ചുണ്ട് പോകാൻ, അതുകൊണ്ട് നമ്മൾ നടന്നു പോകാമെന്ന് കരുതി. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് എല്ലാം എടുക്കണമെന്നുള്ളത് തോന്നുന്നുണ്ട്. ഈ കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സൊക്കെ എന്ത് രസമോ. പിന്നെയാണ് ഞാൻ ഒരു ബാഗ് നോക്കി. അപ്പം വിചാരിച്ചു ചെറിയ ബാഗല്ല, എനിക്ക് കോളേജിലേക്കുള്ള ബാഗാണ്. അവിടെ നോക്കിയെങ്കിലും എനിക്ക് അത്ര ഇഷ്ടമായില്ല, എന്നാലും ഞാൻ എടുത്തു. പിന്നെ ഈ ടീഷർട്ട് നോക്കിയപ്പോൾ ഉമ്മച്ചി ഒരു പൂച്ചയുടെ ടീഷർട്ട്, പൂജയുടെ ടീഷർട്ട് എന്ന് പറഞ്ഞു. ഉമ്മച്ചി ഉദ്ദേശിച്ചത് ഇത് ഈ ആട്ടിൻകുട്ടിയുടെ ടീഷർട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, പക്ഷെ ഞാനതെടുത്തില്ല. പിന്നെ നമ്മൾ പേന, ബുക്ക് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ എൻ്റെ ബാഗ് എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറേ കടയിൽ കയറി ഇറങ്ങി. എനിക്കങ്ങോട്ട് ഒന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഒന്നില്ലെങ്കിൽ കളർ ഇഷ്ടാവില്ല, ഇല്ലെങ്കിൽ മെറ്റീരിയൽ ഇഷ്ടാവില്ല. അങ്ങനെ ഞാൻ കുറേ തപ്പി. ബട്ട് എനിക്കൊരു കടയിൽ നിന്ന് കിട്ടി. ഞാൻ പക്ഷെ അവിടുന്ന് വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എൻ്റെ കൂടെ ഉള്ള ഷോപ്പിങ്ങിൻ്റെ? പറ. നന്നായിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങി. അവിടെയാണെങ്കിൽ ഒരു ഹോട്ടൽ പോലും ഇല്ല, എല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു കപ്പലിൻ്റെയൊക്കെ വാങ്ങി അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ നേരെ വീട്ടിൻ്റെ അവിടെ എത്തി. അപ്പോൾ പിന്നെ കുറച്ച് എന്തെങ്കിലും കഴിക്കാമെന്നല്ലോ എന്ന് കരുതി നമ്മൾ ലൈമൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. പർച്ചേസ് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ അന്നത്തെ പർച്ചേസ് കഴിഞ്ഞു. പിറ്റേ ദിവസം നമുക്ക് ഫുഡിന് വേണ്ടിയുള്ള പർച്ചേസിങ്ങാണ്. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഓസിനെല്ലാം വാങ്ങിക്കൊണ്ട് പോകാം, ഇല്ലെങ്കിൽ അവിടെ ചെന്നാൽ നമുക്ക് പൈസ ഇട്ടിട്ട് അതിന് വാങ്ങുമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ വീട്ടിൻ്റെ അവിടെ നിന്ന് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാഗ് അത്യാവശ്യം സാധനം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അന്ന് ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങി അങ്ങോട്ട് പോകാമെന്ന്. അപ്പോൾ നമ്മൾ നേരെ അവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് നമ്മൾ പോയത്. കുറച്ചധികം സാധനം ഞാൻ അവിടെ നിന്ന് എനിക്ക് വേണ്ടി മാത്രം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓരോന്ന് എടുക്കാൻ നേരത്തും വെച്ചാൽ ആ മോളെടുത്തോ പോകുന്നതുകൊണ്ട് അതിൻ്റെ സ്നേഹം നമുക്ക് കൂടുതൽ കിട്ടാറുണ്ട്. അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങൾ, പച്ചക്കറികളും അല്ലാത്ത പലചരക്ക് ഐറ്റംസും അങ്ങനെ കുറേയൊക്കെ വാങ്ങിച്ചു. അപ്പം നമ്മുടെ ഷോപ്പിംഗ് വ്ളോഗ് ഇതോടുകൂടി അവസാനിക്കുവാണ് ഗൈസ്. ഇതേപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗൈസ്.